എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ചെറിയ കുട്ടികൾക്കുള്ള പൈജാമയും കുർത്തയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ കുർത്തയുടെ കട്ടിങ് നോക്കാം. ഇതിൽ തുണിയുള്ളത് 85 സെന്റിമീറ്റർ ആണ്, വീതി 36 ഇഞ്ച്. അപ്പോൾ ഇതൊരു 2 വയസ്സുള്ള കുട്ടിക്കുള്ള കുർത്തയാണ്. അപ്പോൾ ഇതിന്റെ അളവുകളൊന്ന് നോക്കാം. അപ്പോൾ ഇത് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. നമുക്കിത് ഇങ്ങനെ ഒന്നുകൂടെ മടക്കാം. അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിന്റെ 4 ഭാഗം 5 ഇഞ്ച്, ഒരു 2 ഇഞ്ച് 7 ഇഞ്ച് വെച്ചിട്ട് ഇത് മടക്കിയെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതിന്റെ കോളർ എടുക്കാം. നമുക്ക് ഇതിലേക്ക് കോളർ കൂടെ വേണം. ഇതിന്റെ ഇറക്കം 17 ഇഞ്ചാണ്. ഒരു 3/4 ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കി അടിക്കാൻ മാർക്ക് ചെയ്യാം. ചെറുതായിട്ടാണ് ഇവിടെ മടക്കി അടിക്കുന്നത്. ഇതിന്റെ ആം ഹോള് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 9 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി 4.5 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യത്തുമ്പ്, അങ്ങനെ 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ 5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പൊ ഇതിന്റെ കഴുത്ത് ബോഡിയിൽ നിന്ന് എടുത്ത അളവ് 10 ഇഞ്ചാണ്. നമുക്കൊരു 1.5 ഇഞ്ച് കൂടുതൽ എടുക്കാം. കാരണം ഇതിന്റെ കോളറിൽ നമ്മൾ ബട്ടൺസ് ഇടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴുത്ത് അല്പം കൂടെ കൂടുതൽ വേണം. 11.5 ഇഞ്ച്. അതിന്റെ 5-ലൊരു ഭാഗം, ഒരു 2.25 ഇഞ്ച് നമുക്ക് കഴുത്തിന്റെ വീതി കൊടുക്കാം. ഇങ്ങോട്ട് ഇറക്കം നമുക്കൊരു 2.5 ഇഞ്ച് കൊടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇതിന്റെ സെന്റർ എടുക്കുക. 1 ഇഞ്ച് മുകളിലായിട്ട് നമുക്കിതിന്റെ ഷേപ്പ് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്താൽ മതി. 7 ഇഞ്ച് 6 ഇഞ്ച്, ഇങ്ങോട്ട് 7 ഇഞ്ച് തന്നെ കൊടുക്കാം. ഇവിടെ നമുക്കൊരു 4.5 ഇഞ്ച് ഓപ്പൺ കൊടുക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതേപോലെ മടക്കി അടിക്കുകയാണ് ചെയ്യാം. ഇവിടെ നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ഇത് നമുക്ക് ഫ്രണ്ട് തനിയെ കട്ട് ചെയ്യാം. കാരണം ബാക്കിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് കൂടുതൽ വേണം. അപ്പൊ ഇതിങ്ങനെ ഡബിൾ ആയിട്ട് മടക്കിയാൽ അത് ശരിയാവില്ല. അപ്പൊ അതേപോലെ ഫ്രണ്ട് പോർഷൻ ആദ്യം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് ഒരു 4.5 ഇഞ്ച് ഓപ്പൺ കൊടുക്കാം. അതിനുശേഷം അതേപോലെ ഈ ഓപ്പൺ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് കട്ട് ചെയ്യാം. ഇവിടെ അതേപോലെ 1.5 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. ഇങ്ങോട്ട് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇതേപോലെ കഴുത്ത് വരയ്ക്കുക. ഇവിടെ മുകളിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ചെരിച്ച് വരയ്ക്കുക. അതിനുശേഷം ഈ വീതി തന്നെ ഇവിടെ എടുക്കുക. അതിനുശേഷം ആം ഹോള് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ പീസ് നമുക്ക് കോളറിന് എടുക്കാം. കോളർ എന്ന് പറയുമ്പോൾ ബൈൻഡ് തനിയുള്ള കോളറാണ്, അതായത് ചൈനീസ് കോളർ. ഇനി ഇതിന്ന് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് നമുക്ക് 12 ഇഞ്ച് ഇറക്കം വയ്ക്കാം. അപ്പൊ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ 3/4 ഇഞ്ച് അരിയുണ്ട്. ഇത് നമുക്കിവിടെ മടക്കി അടിക്കാൻ ഉപയോഗിക്കാം. ഇവിടെ ജസ്റ്റ് മടക്കി അടിച്ചാൽ മതി. കയ്യിൽ കഫൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ടൊരു 2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്താൽ മതി. നമുക്ക് ഒരു 6 ഇഞ്ച് വെക്കാം. ഇവിടെ നമുക്ക് 4 ഇഞ്ചാണ് ഓപ്പൺ വേണ്ടത്. ഒരു 1/2 ഇഞ്ച് കൂടുതൽ വെക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാം. ഇനി ഇവിടേക്ക് ഫ്രണ്ട് പട്ടി തയ്ക്കാനുള്ള പീസ് വേണം. 4.5 ഇഞ്ച് ഓപ്പൺ വെച്ചിട്ടുണ്ട്.
5 2 ഇഞ്ച് കൂടുതൽ എടുക്കുക, ഒരു 6 ഇഞ്ച് എടുക്കുക. ഇത് 3 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരു പീസ് 3 ഇഞ്ച് വീതി എടുക്കുക. ഒരു പീസ് വന്നിട്ട് നമുക്ക് ഒരു 2.5 ഇഞ്ച് എടുത്താൽ മതി. ഇതിലേക്ക് കോളർ നമുക്ക് കഴുത്തടിച്ചതിന് ശേഷം കട്ട് ചെയ്യാം. ഇതിലേക്കുള്ള പൈജാമ കൂടെ കട്ട് ചെയ്യാം. അപ്പൊ ഇതിലൊരു 18 ഇഞ്ച് വീതിയും 20 ഇഞ്ച് ഇറക്കത്തില് ഇതേപോലെ 2 തുണിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. അപ്പൊ ആദ്യം ഇതേപോലെ ഒന്ന് ഇവിടെ സ്ട്രെയിറ്റ് ആക്കി എടുക്കുക. ഒരു 1.5 ഇഞ്ച് നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടി മാർക്ക് ചെയ്യാം. ഇനി ഇതിന്റെ ഇറക്കം 17 ഇഞ്ച് വയ്ക്കാം. ഇറക്കം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 1.5 ഇഞ്ച് നമ്മൾ ബോട്ടം മടക്കിയടിക്കാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ അരവണ്ണം 20 ഇഞ്ചാണ്, 21 ഇഞ്ച് ഇടുപ്പ്. അപ്പൊ ഈ ഹിപ്പിന്റെ 4 ഭാഗം 5.25 പ്ലസ് 2 ഇഞ്ച് 7.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടും അത്ര തന്നെ മാർക്ക് ചെയ്താൽ മതി, 7.25 ഇഞ്ച്. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് ഫ്ലൈ കൊടുക്കാം. അതിനുശേഷം ക്രോച്ച് ഷേപ്പ് മാർക്ക് ചെയ്യാം. ബോട്ടം റൗണ്ട് ഒരു 5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കാം. നമുക്ക് ആദ്യം ഇതിലത്തെ കുർത്ത തയ്ക്കാം. ഈ സ്ലീവ് ഇവിടെ ഒന്ന് മടക്കി അടിച്ച് മാറ്റി വെക്കാം. ഒരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചാൽ മതി. ഇനി ഇതിലേക്കുള്ള ഫ്രണ്ട് പട്ടി തയ്ക്കാം. ചെറിയ പീസ് ഇതേപോലെ വെക്കുക. ഇതിന് അടിയിൽ വെക്കുക. ഇവിടെ ഇതേപോലെ ഏകദേശം ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. അടിയിൽ ഇതേപോലെ ചെറിയ പീസ് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇതേപോലെ കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പീസ് ഇതേപോലെ പുറത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇവിടെ നിന്ന് ഇതുവരെ തയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഈ വി ഷേപ്പുള്ള പീസ് ഇതേപോലെ ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് മേലേക്ക് തയ്ച്ചെടുക്കുക. ആ തയ്യത്തുമ്പ് ഇതിലേക്ക് മടക്കിയിട്ട് അതിന് മേലെയാണ് ഇത് തയ്ക്കേണ്ടത്. ഇനി ഇതേപോലെ ഇവിടെ അരിയുള്ളത് ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ശേഷം നമ്മൾ വീതി കൂടിയത് വെച്ചിട്ടുണ്ട്. ഇതും ഇതേപോലെ അടിയിൽ നിന്ന് തന്നെ തയ്ച്ചു വരാം. ഇനി ഇതേപോലെ ഈ പീസ് മുൻവശത്തേക്ക് എടുക്കുക. ഇനി ഇവിടെ ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുക. ഇത് ഏകദേശം 1 ഇഞ്ച് വീതി വന്നാൽ മതി. ഇവിടെ എത്തുമ്പോൾ ഇതിനോടൊപ്പം വെച്ചിട്ട് ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ മടക്കിയിട്ട് ഇതിങ്ങനെ അടിച്ചെടുക്കാം. ഇനി ഇവിടെ എത്തുമ്പോൾ ഈ ഫ്രണ്ട് പടി ഇങ്ങനെ അടിയിലേക്ക് എടുക്കുക.
എന്നിട്ട് ഈ തയ്യൽ ഇങ്ങോട്ട് ഇതേപോലെ ഒരു പോയിന്റ് വ്യത്യാസത്തിലെടുക്കുക. എന്നിട്ട് ഈ പടി അടിയിലേക്ക് താഴ്ത്തിയിട്ട് ഈ തയ്യൽ നേരെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇനി ഇത് ഇവിടെ അധികമുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ അടിവശം ഒന്ന് മടക്കി അടിക്കാം. അതൊരു 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചാൽ മതി. അപ്പോൾ അതേപോലെ ബോട്ടം ഒന്ന് അടിച്ചു വെക്കാം. ഇനി നമുക്കിതിന്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. അതേപോലെ വെച്ചിട്ട് 1/2 ഇഞ്ചിൽ അടിച്ചെടുക്കുക. അപ്പോൾ അതേപോലെ ഷോൾഡർ 2 തയ്യലിട്ടതിന് ശേഷം ഓവർലോക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഈ തയ്യത്തുമ്പ് എപ്പോഴും ബാക്കിലേക്കാണ് വരേണ്ടത്. ഇനി ഇതിന്റെ സെന്റർ ഒന്ന് അടയാളപ്പെടുത്താം. ഇതിന്റെ സെന്റർ ഇവിടെയാണ് വരിക. സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതേപോലെ അടിയിൽ നിന്ന് അറ്റാച്ച് ചെയ്യാം. ഇത് ജസ്റ്റ് നമ്മളൊരു 1/4 ഇഞ്ച് സ്ലീവ് ബോഡിയിലേക്ക് മടക്കി കൊടുക്കുക. ഇതേപോലെ 1/4 ഇഞ്ച് ഇതിലേക്ക് മടക്കി കൊടുക്കുക. അതിനുശേഷം അത് തിരിച്ചു വെച്ചിട്ട് ബോഡിയിലേക്ക് ഒരു മേൽ തയ്യലിടുക. ഒരു സിംഗിൾ തയ്യലിട്ടാൽ മതി. അത് ഈ എഡ്ജിൽ കൂടെയാണ് ഇടുന്നത്. ഇതേപോലെ ഒരു സിംഗിൾ തയ്യലിട്ടാൽ മതി. ഇനി അതേപോലെ ഈ സൈഡും തയ്ക്കാം. അപ്പോൾ 2 സൈഡും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തും ഇതേപോലെ ബോട്ടം ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിന്റെ സൈഡ് തയ്ക്കാം. സൈഡ് 1/2 ഇഞ്ച് തയ്യത്തും വിട്ടാൽ മതി. അപ്പോൾ അതേപോലെ 2 സൈഡും അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇതേപോലെ സെൻറ്റർ ഒന്ന് പിടിച്ചിട്ട് ഇതൊന്ന് അളന്ന് നോക്കുക. ഇത് ഏകദേശം 7 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് കോളർ വേണം. അപ്പോൾ ഇതേപോലെ കനം കുറഞ്ഞ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളായതുകൊണ്ട് നമുക്ക് 7 ഇഞ്ച് തന്നെ വെച്ചാൽ മതി. ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് കോളറിന്റെ വീതി 1 ഇഞ്ച് കൊടുക്കാം. ആദ്യം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. 7 ഇഞ്ചിന്റെ പകുതി 3.5 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3.5 ഇഞ്ച് വരെ ഒന്ന് വരച്ചെടുക്കുക. ഇവിടെ 7 ഇഞ്ചിൽ നമുക്കൊന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ 3.5 ഇഞ്ചിൽ നിന്ന് ഈ 7 ഇഞ്ചിലേക്ക് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. ഇവിടെ അതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടുത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. അതിനുശേഷം ഇങ്ങോട്ട് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കത് തുണിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു തുണി അടിയിൽ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ നമുക്ക് 1/4 ഇഞ്ച് അറ്റാച്ച് ചെയ്യാൻ വേണം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അടിവശത്ത് നിന്ന് അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്ന്
ഇത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതേപോലെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ ഒരു തൈയിൽ ഈ എഡ്ജിൽ കൂടെ ഇടുക. ഇവിടെ ഒരു ബട്ടൺ വയ്ക്കും, ഇവിടെ ഒന്ന് 3 ബട്ടൺസാണ് വെക്കുന്നത്. ഈ കോളർ ബട്ടൺ ഇടുന്നില്ലെങ്കിൽ നമുക്ക് കഴുത്ത് ഒന്നുകൂടെ ചെറുതാക്കി എടുക്കാം. ഇനി ഇതിന്റെ പൈജാമ കൂടെ തയ്ച്ചെടുക്കാം. നമുക്ക് ആദ്യം ഈ രണ്ട് സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതേപോലെ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിന്റെ ബോട്ട് അടിക്കാം. ബോട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത്. ഈ 1.5 ഇഞ്ചിൽ ആദ്യം ഒന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം ഇതിന്റെ സെന്ററിൽ മടക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഒരു 3/4 ഇഞ്ച് വീതി മതി. അതിനുശേഷം ഈ സൈഡ് ചേർത്ത് അടിക്കാം. നമുക്ക് ബോട്ടം വേണ്ടത് 5 ഇഞ്ചാണ്. അതായത് 1 ഇഞ്ച് തയ്യത്തുമ്പ് നമ്മൾ ബോട്ടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുത്താൽ മതി. ഒരു തൈലും കൂടി ഇടാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. നമുക്ക് 20 ഇഞ്ചാണ് അരവണ്ണം ഉള്ളത്. ഒരു 18-17 ഇഞ്ചൊക്കെ വെച്ചാൽ മതി. ഇനി ഇത് ചേർത്തടിക്കുക. അപ്പോൾ അതേപോലെ നന്നായിട്ട് ചേർത്തടിക്കുക. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു 1/4 ഇഞ്ച് വീതിയിലൊന്ന് തയ്ച്ചെടുക്കാം ആദ്യം. അതിനുശേഷം അത് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാം. ഇനി ഇതേപോലെ എലാസ്റ്റിക് ഒന്ന് വലിച്ച് എല്ലായിടത്തേക്കും ഒപ്പാക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് പൈജാമയും കുർത്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.